ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇസ്രയേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇസ്രയേലിനെ വിജയിച്ച് വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, ജൂതനായിരുന്നു യേശുദേവൻ എന്നുള്ളത് കൊണ്ട് ഇവർ പ്രാർത്ഥിച്ചതാകാം. അങ്ങനെയാണോ? തീർച്ചയായിട്ടും അതൊരു കാരണമാണ്. അതുകൊണ്ട് അതിലുപരി ഇപ്പോൾ ക്രൈസ്തവരുടെ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ 2 പുസ്തകങ്ങളുണ്ട്, പുതിയ നിയമവും പഴയ നിയമവും. പുതിയ നിയമം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും പുതിയ നിയമമാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും സമ്പൂർണ്ണ ബൈബിൾ എന്ന് പറയുന്നത് പഴയ നിയമം കൂടി ചേർന്നതാണ്. പഴയ നിയമമാണ് ഈ ക്രൈസ്തവ ജനതയുടെ ചരിത്രവും സംസ്കാരവും, അല്ലെങ്കിൽ ജൂത ജനതയുടെ സംസ്കാരവും ചരിത്രവും ഒക്കെ പറയുന്നത്. അപ്പോൾ ശരിക്കും ജൂത ജനതയുടെ ചരിത്രത്തിൻ്റെ പിന്തുടർച്ചയാണ് ഒരു പക്ഷേ ക്രൈസ്തവർക്കെന്ന് പറയാം. കാരണം ലോകത്തിലെ ആദ്യത്തെ ജൂതൻ ക്രൈസ്തവനായത് യേശുവല്ല, യേശുവിൻ്റെ വചനങ്ങളിൽ ആകൃഷ്ടനായി വന്ന യേശുവിൻ്റെ ശിഷ്യനാണ്. യേശുദേവൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു? ഒരു ജൂതനായിരുന്നു, ജൂതൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി വന്നതും ജൂതന്മാരാണ്. ജൂതന്മാർ പിന്നീട് ക്രൈസ്തവരായി മാറിയതാണ്. അതാണല്ലോ. അപ്പോൾ ജൂത സംസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും പൗരാണികമായ സംസ്കാരമായി ക്രൈസ്തവർ കരുതുന്നു. അപ്പോൾ ജൂതന്മാരെ സംബന്ധിച്ച് ജൂതന്മാരുടെ ഏറ്റവും വിശുദ്ധ ഗ്രന്ഥം തോറ എന്ന് പറയുന്നത് പഴയ നിയമമാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ മതം ആണെന്ന് വേണമെങ്കിൽ പറയാം. ജൂത മതത്തിൻ്റെ തുടർച്ചയാണ് വേണമെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല, തർക്കവിഷയമാണ്. എന്നാൽ പോലും ഈ ജൂതന്മാർ ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യാനിറ്റിയെ പൂർണ്ണമായി അംഗീകരിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചില തർക്ക വിഷയങ്ങളുണ്ട്. സാങ്കേതികമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ ഒന്ന് തന്നെയാണ്. ഈ ലോകത്തിലെ ഏറ്റവും മഹാനായ ജൂതൻ ആരാണെന്ന് ചോദിച്ചാൽ ശ്രീ യേശുദേവനല്ലാതെ മറ്റാരുമല്ല. ഏറ്റവും മഹാനായ ജൂതൻ അദ്ദേഹമാണ്. യേശു ഒരിക്കലും ക്രിസ്ത്യാനിയായിരുന്നില്ലല്ലോ. ക്രൈസ്റ്റിനെ പിന്തുടരുന്ന ആളാണ് ക്രിസ്ത്യാനി. അപ്പോൾ യേശു ക്രൈസ്റ്റ് തന്നെയല്ലേ? അതെ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഏറ്റവും മഹാനായ ജൂതൻ യേശുദേവനാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ തമ്പുരാൻ്റെ ജനത എന്ന തരത്തിൽ ക്രൈസ്തവർ ജൂതന്മാരെ കാണുന്നുണ്ട്. പിന്നെ ജൂതന്മാരെ സംബന്ധിച്ച് പിന്നെ ബൈബിളിൽ പറയുന്ന ഈ തേനും പാലും ഒഴുകുന്ന വാഗ്ദത്ത ഭൂമി തേടിയുള്ള കാനാൻ ദേശം തേടിയുള്ള ഇവരുടെ യാത്ര, അല്ലെങ്കിൽ ഇവർ കഷ്ടപ്പെട്ട് മരുഭൂമിയിലൂടെ പോകുമ്പോൾ മന്ന പെയ്തത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ജൂതന്മാരുടെ നേരനുഭവങ്ങൾ, നേർസാക്ഷ്യങ്ങളൊക്കെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കൂടെ ഭാഗമാണ്. ഇത് ജൂത സംസ്കാരവും ജൂത പുരാണങ്ങൾ അല്ലെങ്കിൽ ഇതിഹാസങ്ങൾ, അവരുടെ അനുഭവ സാക്ഷ്യങ്ങളൊന്നും ക്രൈസ്തവയിൽ നിന്ന് വേർതിരിച്ചു മാറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് ഇവരുടെ ആത്മബന്ധം എന്ന് പറയുന്നതാണ്. ഏറ്റവും അവസാനം ജൂതന്മാർ ഇപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും അവസാനത്തെ യുദ്ധം വരുമ്പോൾ ജൂതന്മാർ ഇപ്പോൾ നമ്മൾ കാണുന്ന വിജയിച്ച് നിൽക്കുന്ന ഒരു ഇസ്രയേലല്ല, പരാജയപ്പെടുന്ന ഒരു ഇസ്രയേൽ ഉണ്ടാവുകയും ആ പരാജയപ്പെടുന്ന ഇസ്രയേൽ ജൂത ജനത യേശുവിനെ വിളിച്ച് കരയുമ്പോൾ, നിലവിളിക്കുമ്പോൾ, രക്ഷ അഭ്യർത്ഥിക്കുമ്പോൾ ഒലീവ് മലയിൽ യേശുദേവൻ വീണ്ടും വരുമെന്നും 1000 വർഷം യേശുവിൻ്റെ ഭരണം, യേശുവിൻ്റെ ലോകം വീണ്ടും വരുമെന്നും അന്ന് ജൂതന്മാർ മുഴുവൻ യേശുദേവനെ തങ്ങളുടെ രക്ഷകനായിട്ട് സ്വീകരിക്കുമെന്നാണ് വിശ്വാസം. അപ്പോൾ യഹോവ എന്ന് പറയുന്ന ഒരു പൊതുവായ ഒരു വിശ്വാസമാണല്ലോ. ജൂതന്മാരെ കുറിച്ച് പറയുന്നതും ബൈബിളിൽ പറയുന്നതൊക്കെ യഹോവയുടെ അനുഗ്രഹം കിട്ടിയ ജനം എന്നാണ് പറയുന്നത്. ഇസ്രയേലിനെ കുറിച്ച് പറയുന്നത്, ഇസ്രയേലിനെ ഞാൻ ഭാരമുള്ള കല്ലാക്കി മാറ്റും, അതിൽ സ്പർശിക്കുന്നവർക്ക് മുറിവേൽക്കും എന്നൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ബൈബിളെടുത്ത് വായിക്കുമ്പോൾ നമ്മൾ ഒരുപാട് തവണ നമ്മുടെ ഈ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബൈബിളെടുത്ത് വായിക്കുമ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അതുപോലെ ഇപ്പം സംഭവിക്കുന്നതാണ്. ഇപ്പം ഗാസയെ നോക്കൂ, ഗാസ തകർന്ന് കിടക്കുകയാണ്. ബൈബിളിൽ പറയുന്നത് എന്താണ്? ഗാസയെ ഞാൻ കല്ലോട് കല്ല് തകർക്കും, എന്നിട്ട് അവിടെ ഗാസ നിർജ്ജനമാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളൊന്നും ഇല്ലാത്ത ഗാസ നമ്മൾ കണ്ടില്ലേ? കൂടാരങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ബൈബിൾ വായിക്കുന്ന ഒരു സത്യക്രിസ്ത്യാനിക്ക്, അയാൾക്ക് ക്രൈസ്തവരുടെ വേദപുസ്തകമാണല്ലോ ബൈബിൾ, അത് വായിക്കുന്നവർക്ക് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം സംഭവിക്കുന്നു എന്ന് കാണാം. അങ്ങനെ അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ജൂത ജനതയോട്, ഇസ്രയേലിനോട് സ്നേഹമുണ്ടാവുന്നത് സ്വാഭാവികമാണ്. മാത്രമല്ല ഈ യേശുദേവൻ്റെ ജനനം മുതലുള്ള ആ ജീവിത യാത്രയുടെ നിർണായകമായ സ്ഥലങ്ങളെല്ലാം ഉള്ളത് ഇസ്രയേലിലാണ്. അതൊക്കെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആരാണ്? ഇസ്രയേലാണ്, ജൂതന്മാരാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇസ്രയേൽ ജനതയോട് വല്ലാത്ത ഒരു ആഭിമുഖ്യവും പ്രണയവും എന്ന് പറയാം. പ്രണയം പോലെയാണ്. ഇസ്രയേലികൾക്ക് വേണ്ടി, ജൂതന്മാർക്ക് വേണ്ടി മരിക്കാൻ വേണമെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവർ, ഇന്ത്യയിലെ ക്രൈസ്തവർ, ലോകത്തിലുള്ള ക്രൈസ്തവർ തയ്യാറാവും. അതൊരു പ്രണയാതുരമായ ഒരു സ്നേഹവായ്പാണ് ഇസ്രയേലിനോടും ഇസ്രയേലി ജനതയോടും ഉള്ളത്. അപ്പോൾ ഇതാണ് പൊതുവിൽ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ സംസാരിക്കാൻ വെച്ചിരിക്കുന്നത് ഈ നെതന്യാഹുവിൻ്റെ കാര്യം നമ്മൾ പറയുന്നുണ്ട്. നെതന്യാഹു
എല്ലാവരെയും പോലെ നെതന്യാഹുവും ഇസ്രയേലിലെ ഒരു പട്ടാളക്കാരനായിരുന്നു അല്ലേ, അത് പ്രധാനമന്ത്രിയായി. ഇസ്രയേലിൽ വന്നിട്ടുള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ്, ഭടന്മാരായിരുന്നു. കമാൻഡോകളും IDF-ൻ്റെയും മൊസാദിൻ്റെയൊക്കെ പ്രവർത്തകരായിരുന്നവരാണ് ഇസ്രയേലിൻ്റെ ഭരണാധികാരികളായിട്ട് വന്നിട്ടുള്ളത്. അതങ്ങനെ പറ്റുള്ളൂ, കാരണം നിർബന്ധിത സൈനിക സേവനം ആ രാജ്യത്ത് ബാധകമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇസ്രയേലിലെ മുഴുവൻ പേരും ആണും പെണ്ണും പട്ടാളക്കാരാണ്. ഒരു ജനത സേനയായി മാറിയിരിക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അത് ഇസ്രയേലാണ്. അപ്പോൾ നെതന്യാഹു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി വൈറ്റ് ഹൗസിൽ പോയി ട്രംപിനെ കണ്ടത് നെതന്യാഹു ആണ്. അത് കഴിഞ്ഞ് അവർ ഒരുമിച്ച് ആഗോള തീവ്രവാദത്തിനെതിരെ, ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയൊക്കെ ഒരുമിച്ച് പ്രസ്താവന നടത്തി. തിരിച്ചു വന്നിട്ട് നെതന്യാഹു പറഞ്ഞു, ഇറാൻ്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ഇറാൻ്റെ കാര്യത്തിൽ നിർണായകമായ തീരുമാനം എടുക്കാൻ ഞാൻ കുറേ പണി ചെയ്തു, ഇനി ശേഷിക്കുന്ന പണി കൂടി തീർക്കാൻ ഞാൻ തയ്യാറാണ്, ട്രംപ് എൻ്റെ കൂടെയുണ്ട് എന്ന് നെതന്യാഹു പറഞ്ഞതാണ് ഏറ്റവും അവസാനം വന്ന് നെതന്യാഹുവിൻ്റെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു പ്രസംഗം. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഇസ്രയേലി മാധ്യമങ്ങളിൽ നെതന്യാഹുവിൻ്റെ വികാരവായ്പുള്ള ഒരു പ്രസംഗം കണ്ടു. അതിന് മലയാള പരിഭാഷ വന്നിട്ടുണ്ട്. ആ പരിഭാഷ എന്ന് പറയുമ്പോൾ ഇസ്രയേൽ എങ്ങനെ ഉണ്ടായി, ഇസ്രയേൽ എന്തെല്ലാം സഹിച്ചു എന്നൊക്കെ പറയുന്ന അങ്ങേയറ്റത്തെ വികാരഭരിതമായൊരു പ്രസംഗം. അത് വായിക്കുമ്പോൾ ഇസ്രയേലി അല്ലാത്ത എനിക്ക് പോലും വല്ലാത്ത ആവേശവും രോമാഞ്ചവും ഉണ്ടാകുന്നുണ്ട്. കാരണം നമുക്ക് ഇസ്രയേലിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അവരുടെ ദേശാഭിമാനം കൊണ്ട് അല്ലേ. നമ്മളൊരു നാഷണലിസ്റ്റാണ്. ഇന്ത്യ എന്നുള്ള, ഭാരതം എന്നുള്ള രാജ്യത്തിന് വേണ്ടി നമ്മുടെ ജീവനും ചേതനയുമൊക്കെ തുടിക്കുന്നതുകൊണ്ട്, ബുദ്ധിയുമൊക്കെ തുടിക്കുന്നുമുണ്ട്. വാജ്പേയി പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഈ രാജ്യം, നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ മരിച്ചു കഴിയുമ്പോൾ, ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും നമ്മൾ ഭാരതത്തെക്കുറിച്ച് ഓർക്കും. നമ്മൾ മരിച്ചു കഴിഞ്ഞ് ഓരോ അസ്ഥികളിലും നമ്മൾ കാത് ചേർത്താൽ ഭാരത് മാതാക്കി എന്ന് പറയുന്ന അസ്ഥികളായിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു ഭാരതീയൻ്റെ വികാരമുണ്ടല്ലോ. ആ വികാര വായ്പോടു കൂടിയാണ് നമ്മൾ ഭാരതത്തെ കാണുന്നത്. അതുപോലെ ഇസ്രയേലുകാർ അവരുടെ രാജ്യത്തെ കാണുന്നു എന്നതുകൊണ്ടാണ് നമുക്ക് ഇസ്രയേലിനോടുള്ള സ്നേഹം ഒരു ദേശാഭിമാനത്തിൽ ഊന്നിയുള്ള ഒരു സ്നേഹമാണ്. അപ്പോൾ ഞാൻ നമുക്ക് ഇന്ന് എനിക്ക് തോന്നുന്നത്, നമുക്ക് നെതന്യാഹുവിൻ്റെ പ്രസംഗമൊന്നും മലയാളത്തിൽ ഒരു മാധ്യമവും പറയത്തില്ല. ഇല്ല. കാരണം നെതന്യാഹുവിനെ കുറിച്ച് എഴുതിയാൽ അത് വായിക്കേണ്ട തീരുമാനം. ഇപ്പം നമ്മൾ കണ്ടില്ലേ, പട്ടാമ്പിയിലെ ഒരു പള്ളിയിൽ ഉറൂസ് നടന്നു. നെതന്യാഹുവിൻ്റെ അല്ല, ഉറൂസ് നടന്നു. യഹിയ സിൻവറിൻ്റെയും അയത്തുള്ള ഖമനേയിയുടെയും ഒക്കെ ചിത്രങ്ങളായിട്ട് പള്ളിപ്പെരുന്നാളിന്, ഇപ്പോൾ അത് പള്ളിപ്പെരുന്നാളല്ല, ദേശീയ ഉത്സവം എന്നാണ് പറയുന്നത്. ആരുടെ ദേശോത്സവം? ഏത് ദേശത്തിൻ്റെ? പാകിസ്ഥാൻ്റെ ആണോ? അല്ലല്ലോ. അത് നടത്തുന്ന പള്ളിപ്പെരുന്നാളിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു ഉത്സവമാണ്. ഒരു സംഘാടകരൊക്കെ ഇതുമായിട്ട് ഉൾപ്പെട്ടവർ തന്നെയാണ്. അവിടെ പിന്നെ ഒരു പ്രാദേശികമായ സംഘാടക സമിതി ഉണ്ടായപ്പോൾ ഏതോ ഒരു സുകുമാരനോ മറ്റോ അതിനകത്തുണ്ട്. ഈ മുസ്ലിം ലീഗിൽ രാമൻ MLA ആയി എന്ന് പറയുന്ന പോലെ ഒരു സുകുമാരനോ മറ്റോ ഉണ്ടായതുകൊണ്ട് VT ബലറാമൊക്കെ പറയുന്നത് ദേശ ഉത്സവം എന്നാണ്. ഏത് ദേശത്തിൻ്റെയാണ്? ഒരു ദേശത്തിൻ്റെ അല്ല. അവിടുത്തെ പെരുന്നാളിൻ്റെ ഭാഗമായി നടന്നതിനകത്ത് ഈ പറയുന്ന ഭീകരവാദികളുടെ ചിത്രം തിടമ്പെഴുന്നള്ളിച്ചു. മലയാളത്തിലെ ഏതെങ്കിലും പത്രത്തിൽ വാർത്തയുണ്ടോ? വാർത്ത കൊടുക്കാൻ പോലും പേടിയാണ്. ജന്മഭൂമി കൊടുക്കുമല്ലോ. വേറൊറ്റ പത്രത്തിൽ, ഇനി ചിലപ്പോൾ ഒരുപക്ഷെ കൊടുക്കാൻ സാധ്യതയുള്ള പത്രം കേരളകൗമുദി ആയിരിക്കും. കേരളകൗമുദിയും കൊടുക്കാൻ സാധ്യതയുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഏതായാലും ഇതാണ്, മാധ്യമങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് പറയാൻ പോലും പേടിയാണ്. ഓർക്കുന്നില്ലേ, നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് ശ്രീരാമൻ്റെ രാംലല്ലയുടെ ഒരു ചിത്രം ഉയർത്തിയപ്പോൾ വലിയ വിവാദമായി. ഇവിടുത്തെ സാംസ്കാരിക നായകളൊക്കെ അന്ന് കൂരച്ച് ചാടി. ഇന്ന് ഒരുത്തരെയും കാണുന്നില്ല. അപ്പോൾ എന്ന് പറയുന്ന പോലെയാണ്, നെതന്യാഹുവിൻ്റെ ഒരു പ്രസംഗം റിപ്പോർട്ട് ചെയ്താൽ ആ മാധ്യമങ്ങൾക്ക് എന്തൊക്കെയോ സംഭവിക്കുമെന്ന് അവർ കരുതുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രസംഗം ഒന്ന് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ നമുക്കൊന്ന് വായിക്കാം. മറ്റൊന്നും പറയാനില്ല, ആ പ്രസംഗം വായിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. മാധ്യമങ്ങൾ തമസ്കരിച്ചിരിക്കുന്ന, റിപ്പോർട്ട് ചെയ്യാത്ത ആ പ്രസംഗം സമ്പൂർണ്ണമായി നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി കൈമാറുകയാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, ഞാനത് വായിക്കുന്നത് മാത്രമേ ഉള്ളൂ. 75 വർഷം മുമ്പ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത് ജീവിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് അന്ന് ഒരു രാജ്യമോ സൈന്യമോ ഉണ്ടായിരുന്നില്ല. 7 രാജ്യങ്ങൾ നമുക്കെതിരെ യുദ്ധം തുടങ്ങി. ഞങ്ങൾ 65,000 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളെ രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ലബനൻ, സിറിയ, ഇറാഖ്, ജോർദാൻ, ഈജിപ്ത്, ലിബിയ, സൗദി അറേബ്യ തുടങ്ങി പല രാജ്യങ്ങളും നമ്മോട് ഒരു ദയയും കാണിച്ചില്ല. എല്ലാവരും ഞങ്ങളെ കൊല്ലാൻ ആഗ്രഹിച്ചു. പക്ഷേ ഞങ്ങൾ അതിജീവിച്ചു. 65% മരുഭൂമിയായിരുന്ന ഭൂമിയാണ് ഐക്യരാഷ്ട്രസഭ നമുക്ക് നൽകിയത്. അതും ഞങ്ങൾ ചോര കൊണ്ട് നനച്ചു. ഞങ്ങൾ അതിനെ നമ്മുടെ രാജ്യമായി കണക്കാക്കി. കാരണം ഞങ്ങൾക്കെല്ലാം അതായിരുന്നു. ഞങ്ങൾ ഒന്നും മറന്നില്ല.
ഞങ്ങൾ ഫറവോനിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈജിപ്തിലെ ഫറവോന്മാർ വലിയ തോതിൽ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. അതാണ് നെതന്യാഹു പറയുന്നത്. ഫറവോൻ അറിയാലോ, ഇപ്പോൾ പിരമിഡ് കാണുമ്പോൾ അറിയാമല്ലോ. ഞങ്ങൾ ഗ്രീസിൽ നിന്ന് രക്ഷപ്പെട്ടു, ഞങ്ങൾ റോമാക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടു, ഞങ്ങൾ സ്പെയിനിൽ നിന്ന് രക്ഷപ്പെട്ടു, ഞങ്ങൾ ഹിറ്റ്ലറിൽ നിന്നും രക്ഷപ്പെട്ടു. 30 ലക്ഷത്തിൽ പരം ആളുകളെയാണ് ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പറുകളിൽ അടഞ്ഞ് ജൂതന്മാരെ ഹോളോകോസ്റ്റ് നടത്തി കൊന്നത്. അറബ് രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു, ഞങ്ങൾ സദ്ദാമിൽ നിന്നും രക്ഷപ്പെട്ടു, ഞങ്ങൾ ഗദ്ദാഫിയിൽ നിന്നും രക്ഷപ്പെട്ടു, ഞങ്ങൾ ഹമാസിനെ ഒഴിവാക്കും, ഞങ്ങൾ ഹിസ്ബുള്ളയെ ഒഴിവാക്കും, ഞങ്ങൾ ഇറാനെയും ഒഴിവാക്കും. നമ്മുടെ ജെറുസലേം എന്നവർ പറയുമ്പോൾ ലോകത്തുമ്പാടുള്ള ക്രൈസ്തവരുടെയും പുണ്യഭൂമിയാണ്. ആ പുണ്യഭൂമിയെ കാത്തു സൂക്ഷിക്കുമെന്നാണ് നെതന്യാഹു പറയുന്നത്. കാരണം ഈ ക്രൈസ്തവരുടെ തങ്ങളുടെ മതത്തിൻ്റെതല്ലാത്തതെല്ലാം നശിപ്പിക്കണമെന്ന് കരുതുന്നൊരു മതമുണ്ടേ. അതെ. അപ്പോൾ അവരുടെ കയ്യിൽ ജെറുസലേം പെട്ടുപോയാൽ ജെറുസലേം ഉണ്ടാവത്തില്ല, കല്ലോട് കല്ല് തീർത്ത് കളയും. നമ്മുടെ ജെറുസലേം 52 തവണ ആക്രമിക്കപ്പെട്ടു, 23 തവണ ഉപരോധിക്കപ്പെട്ടു, 39 തവണ തകർത്തു, 3 പ്രാവശ്യം നശിപ്പിച്ചു, 44 തവണ പിടിച്ചെടുത്തു. പക്ഷേ ഞങ്ങൾ ഒരിക്കലും നമ്മുടെ ജെറുസലേമിനെ മറന്നിട്ടില്ല. അത് നമ്മുടെ ഹൃദയത്തിലാണ്, അത് നമ്മുടെ മനസ്സിലുണ്ട്. നാം ജീവിക്കുന്നിടത്തോളം ജെറുസലേം നമ്മുടെ ആത്മാവിലുണ്ടായിരിക്കും. നമ്മെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചവൻ ഇന്ന് ആരുമല്ല എന്ന് ലോകം ഓർക്കട്ടെ. ഈജിപ്ത്, ലബനൻ, ബാബിലോൺ, ഗ്രീസ്, അലക്സാണ്ടർ, റോമാക്കാർ എല്ലാവരും നശിപ്പിക്കപ്പെട്ടു. ഞങ്ങൾ അപ്പോഴും അതിജീവിച്ചു. ബൈബിളിൽ ഇത് പറയുന്നുണ്ട്. കാരണം ഇസ്രായേലിന് നേരെ കൈ ഉയർത്തുന്നവൻ ഇല്ലാതാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നെതന്യാഹു അക്കമിട്ട് പറയും, ആരൊക്കെയാണ് ഇസ്രായേലിനെ നശിപ്പിക്കാൻ നോക്കിയത്? അലക്സാണ്ടർ മുതൽ റോമാക്കാർ വരെ എല്ലാം നശിപ്പിക്കപ്പെട്ടു. ഞങ്ങൾ അപ്പോഴും അതിജീവിച്ചു. അവർ ഇസ്ലാമിസ്റ്റുകൾ ഞങ്ങളെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു. അവർ നമ്മുടെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും പിടിച്ചെടുത്തു. അവർ ഞങ്ങളുടെ പഠിപ്പിക്കലുകൾ പിടിച്ചെടുത്തു. അത് വളരെ രസകരമായ കാര്യമല്ല നെതന്യാഹു പറയുന്നത്. കാരണം ഇസ്ലാം എന്നുള്ള മതം ജൂതൻ്റെ ആചാരങ്ങളും സാംസ്കാരിക ഇടപെടലുകളും എന്തിന് പുസ്തകം പോലും തോറ പോലും കോപ്പി അടിച്ചിട്ടാണ് ഈ മതമുണ്ടാക്കിയത് എന്ന് പൊതുവിൽ പറയപ്പെടുന്നുണ്ട്. അതേക്കുറിച്ചാണ് നെതന്യാഹു പറയുന്നത്. അവർ ഇസ്ലാമിസ്റ്റുകൾ ഞങ്ങളെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു. അവർ നമ്മുടെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും പിടിച്ചെടുത്തു. അവർ ഞങ്ങളുടെ പഠിപ്പിക്കലുകൾ പിടിച്ചെടുത്തു. അവർ നമ്മുടെ പ്രവാചകനെ പിടികൂടി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അബ്രഹാം ഇബ്രാഹിമായി, സോളമൻ സുലൈമാനായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർ പറഞ്ഞു, നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് വന്നിരിക്കുന്നു. ഞങ്ങളത് അംഗീകരിച്ചില്ല. അവർക്കിത് എങ്ങനെ സാധിച്ചു? അവരുടെ വരവിനുള്ള സമയം ഇതുവരെ വന്നിട്ടില്ല. അവൻ പറഞ്ഞു, സ്വീകരിക്കുക, ഏറ്റുപറയുക. ഞങ്ങൾ സ്വീകരിച്ചില്ല. പിന്നെ ഞങ്ങൾ കൊല്ലപ്പെട്ടു. എങ്ങനെയാണ് ജൂതവേട്ട ആരംഭിച്ചതെന്ന് പറയാണ്. ഞങ്ങളുടെ പ്രവാചകനെ നിങ്ങൾ പിടികൂടി നിങ്ങളുടേതാക്കിയതിന് ശേഷം പിന്നെ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ പ്രവാചകൻ വന്നിരിക്കുന്നു, നീ അംഗീകരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അംഗീകരിച്ചില്ല. അതോടുകൂടി ഞങ്ങളെ കൊല്ലാൻ തുടങ്ങി. ഞങ്ങളുടെ നഗരങ്ങൾ പിടിച്ചെടുത്തു. ഞങ്ങളുടെ നഗരം യസ്രബ് മദീനയാക്കി. മദീന പണ്ട് യസ്രബായിരുന്നു, ഞങ്ങളുടെ നഗരമായിരുന്നു എന്നാണ് നെതന്യാഹു പറയുന്നത്. ഞങ്ങളെ കൊലപ്പെടുത്തി, ഞങ്ങളെ ഓടിച്ചു വിട്ടു. എവിടെ നിന്ന്? മദീനയിൽ നിന്ന്. മക്കയിൽ ഞങ്ങൾ 2 ലക്ഷം ഉണ്ടായിരുന്നു, ഞങ്ങൾ കൊല്ലപ്പെട്ടു. ഞങ്ങളെ ശത്രുക്കളെന്ന് വിളിച്ച് കൊന്നു. പിന്നെ സിറിയയിലും ഒമാനിലും അതുതന്നെ സംഭവിച്ചു. ഞങ്ങൾ 3 ലക്ഷം പേർ കൊല്ലപ്പെട്ടു. ഞങ്ങൾ 2 ലക്ഷം പേർ ഇറാഖിലുണ്ടായിരുന്നു. ഞങ്ങളിൽ 4 ലക്ഷം പേർ തുർക്കിയിലുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലായിടത്തും കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ഇങ്ങനെ ലോകത്ത് ഒരു വംശത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ട മനുഷ്യർ ജൂതന്മാരല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല. അവർ നമ്മെ കൊല്ലുന്നു. നമ്മുടെ നഗരങ്ങൾ, പണം, സമ്പത്ത്, വീടുകൾ, മൃഗങ്ങൾ, ബഹുമാനം എല്ലാം പിടിച്ചെടുത്തു. എന്നിട്ടും ഞങ്ങൾ അതിജീവിച്ചു. 1300 വർഷത്തിനുള്ളിൽ ദശലക്ഷക്കണക്കിന് ജൂതന്മാർ കൊല്ലപ്പെട്ടു. എന്നിട്ടും ഞങ്ങൾ അതിജീവിച്ചു. 75 വർഷം മുമ്പ് അവർ ഞങ്ങളെ തുപ്പുകയും അപമാനിക്കുകയും തല്ലുകയും ചെയ്തിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ വിധി. പക്ഷേ ഞങ്ങൾ നമ്മിലും നേതൃത്വത്തിലും വിശ്വാസത്തിലും ഉറച്ചു നിന്നു. ഇന്ന് നമുക്ക് സ്വന്തം നാടുണ്ട്, സ്വന്തമായി സൈന്യമുണ്ട്, ഒരു ചെറിയ സമ്പദ് വ്യവസ്ഥയുണ്ട്. ഈ കാലയളവിൽ ഇൻ്റൽ, മൈക്രോസോഫ്റ്റ്, IBM, ഫേസ്ബുക്ക് തുടങ്ങി നിരവധി ഓർഗനൈസേഷനുകൾ ജൂതന്മാർ സൃഷ്ടിച്ചു. ഇന്ന് നമ്മുടെ ഡോക്ടർമാർ മരുന്നുകൾ ഉണ്ടാക്കുന്നു, എഴുത്തുകാർ പുസ്തകങ്ങൾ എഴുതുന്നു. ഇത് എല്ലാവർക്കും വേണ്ടിയാണ്.
ഇത് മനുഷ്യരാശിയുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ മരുഭൂമിയെ പച്ചപ്പാക്കി മാറ്റി. നമ്മുടെ പഴങ്ങൾ, മരുന്നുകൾ, ഉപകരണങ്ങൾ, ഉപഗ്രഹങ്ങൾ എല്ലാം എല്ലാവർക്കുമുള്ളതാണ്. ശരിയല്ലേ? ജൂതൻ ഉണ്ടാക്കാത്ത എന്താ ഉള്ളത്? കഴിക്കുന്ന മരുന്നോ, തൊട്ട് ടെക്നോളജി വരെ. അപ്പോൾ ജൂതന്മാരൊക്കെ ഉള്ളില്ല, ജൂതൻ ഉണ്ടാക്കുന്ന സാധനം എല്ലാവർക്കും വേണം. അതാണ് നെതന്യാഹു പറയുന്നത്. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ജൂതന്മാർക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ആരുടെയും ശത്രുക്കളല്ല, ആരെയും നശിപ്പിക്കുമെന്ന് ഞങ്ങൾ ശപഥം ചെയ്തിട്ടില്ല. അവിടെ ഓർക്കണം, ജൂതന്മാരെ കൊല്ലും. അവസാനത്തെ ജൂതൻ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഒളിച്ചിരിക്കുമ്പോൾ ആ മരം വിളിച്ചു പറയും, അല്ലയോ മുസൽമാനെ വരൂ, ഒരു ജൂതൻ്റെ പിന്നിൽ ഒളിച്ചിരിപ്പുണ്ട്, അവനെ കൊല്ലൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആരുടെയും ശത്രുക്കളല്ല, ആരെയും നശിപ്പിക്കുമെന്ന് ഞങ്ങൾ ശപഥം ചെയ്തിട്ടുമില്ല. ഞങ്ങൾ ആരെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഗൂഢാലോചന പോലും നടത്തുന്നില്ല. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ മണ്ണിൽ, നമ്മുടെ രാജ്യത്ത് ബഹുമാനത്തോടെ മാത്രം ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 1000 വർഷമായി ഞങ്ങൾ നശിപ്പിക്കപ്പെട്ടു, പുറത്താക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു. എന്നാൽ നശിപ്പിക്കപ്പെട്ടിട്ടില്ല, തോൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇനി ഒരിക്കലും തോൽക്കുകയുമില്ല. ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ജയിക്കും, ഞങ്ങളെ ജയിക്കൂ. ഞങ്ങൾ 3000 വർഷം ജെറുസലേമിലായിരുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ ആദ്യത്തെ രാജ്യമായ ഇസ്രയേലിലാണ്. ജെറുസലേം നമ്മുടേതായിരുന്നു, നമ്മുടേതാണ്, നമ്മുടേതായി നിലനിൽക്കും. ജെറുസലേം നമ്മിൽ നിന്നാണ്, നമ്മൾ ജെറുസലേമിൽ നിന്നാണ്. നിങ്ങളുടെ സ്വന്തം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇങ്ങനെ പറഞ്ഞാണ് നെതന്യാഹുവിൻ്റെ പ്രസംഗം അവസാനിക്കുന്നത്. സത്യത്തിൽ ഏത് രാജ്യത്തെയും സ്നേഹിക്കുന്ന ഏതൊരു മനുഷ്യനും ചോര തുളയ്ക്കും, ആത്മാഭിമാനം ഉണ്ടാവും. അഭിമാനം കൊണ്ട് ശിരസ് ഉയർന്നു നിൽക്കും, രോമാഞ്ചം ഉണ്ടാവും. അപ്പോൾ ആ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങളെ എത്രത്തോളം സന്തോഷിപ്പിക്കുകയും എത്രത്തോളം അഭിമാനപൂരിതമാക്കുകയും ചെയ്ത ഒരു ലേഖനം സ്വന്തം രാജ്യത്ത് പ്രധാനമന്ത്രി എഴുതുന്നു, അല്ലേ? അതെ അതെ. അതും ഇത്രയും വലിയൊരു സംഘർഷം നിൽക്കുന്ന സ്ഥിതിക്ക് അത് ഒരുപക്ഷെ പ്രേക്ഷകരോട് പറയാനുള്ള ഭാഗ്യം മലയാളത്തിൽ നമുക്ക് മാത്രമേ ഉള്ളൂ. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നെതന്യാഹുവിൻ്റെ ഈ പ്രസംഗം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ABC സമർപ്പിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.